അപ്പം ഇന്ന് ഞാൻ ഒരു അടിപൊളി ഗ്രാഫിക്സിലുള്ള ഒരു ഗെയിമായിട്ടാണ് വന്നിട്ടുള്ളത്. ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഗ്രാഫിക്സ് ഉണ്ട്. പക്ഷേ ഈ ഗെയിമിന്റെ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഏകദേശം 165 MB സംതിങ് അത്രേ ഉള്ളൂ. മൊബൈൽ ഗെയിം തന്നെയാണിത്. അപ്പോൾ ഇത്ര ചെറിയ MB ഇത്രയും ഗ്രാഫിക്സിലെ ഗെയിം എങ്ങനെ കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിമിൽ ആകെ ഒരു ലെവൽ മാത്രമേ ഉള്ളൂ. ആ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗെയിം അവിടെ തീർന്നു. അപ്പോൾ ആ ഫുള്ള് ഗ്രാഫിക്സും ആ MB എല്ലാം കൂടിയിട്ട് എടുത്തതാണ്. ആ ഫുൾ ഗ്രാഫിക്സ് ആ ഒരു കുറച്ച് സ്ഥലത്തിന് വേണ്ടിയിട്ട് മാത്രം അവർ യൂസ് ചെയ്തു. അങ്ങനെയാണ് അങ്ങനെ ഒരു ഗെയിം ആയത്. അപ്പോൾ ഈ ഗെയിം നിങ്ങൾ ഗെയിം പ്ലേ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ കണ്ടു നോക്കാം. എന്നിട്ട് വേഗം പോയി ഡൗൺലോഡ് ആക്കിക്കോ. പക്ഷേ ഹൈ എൻഡ് ഡിവൈസ് മൊബൈലിൽ അവർക്ക് കളിക്കാൻ പറ്റും. ലോ എൻഡ് ഡിവൈസിൽ കളിക്കാൻ പറ്റുമെന്നില്ല. നിങ്ങൾ ഡൗൺലോഡ് ആക്കിയിട്ട് നോക്കേണ്ടി വരും. എൻ്റെ തന്നെ സ്നാപ്ഡ്രാഗൺ 720 ഉള്ളൂ. 720 ഉണ്ട്. ഓക്കെ, അപ്പം അതിൽ വരെ എനിക്കൊരു ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ആരെയും നിർബന്ധിച്ച് ഡൗൺലോഡ് ആക്കുമൊന്നുമില്ല. വേണ്ടവർക്ക് പോയി ഡൗൺലോഡ് ആക്കാം. ഇതാണ് വണ്ടി. വണ്ടീൻ്റെ ഉള്ളിൽ നിന്നിട്ടും പുറത്തിരുന്നിട്ടും നമുക്ക് കളിക്കാൻ പറ്റും. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫിക്സ് കൂട്ടാനും കുറക്കാനും പറ്റില്ല. ഈ ഗ്രാഫിക്സിൽ തന്നെ കളിക്കേണ്ടി വരും. എനിക്കിപ്പോൾ ഒരു ചെറിയ ലാഗ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഗെയിമിന്. അതായത് ഈ ഗ്രാഫിക്സ് എൻ്റെ ഫോൺ വരെ അത്ര താങ്ങുന്നില്ല. അതാണ് പ്രശ്നം. പിന്നെ ഈ വണ്ടി എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്കിങ്ങനെ ചുറ്റും നോക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. നല്ലോണം തിരിച്ചാൽ മാത്രമേ കുറച്ച് ഇങ്ങനെ തിരിയും. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വണ്ടി കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ഓൾഡ് ടൈപ്പ് വണ്ടി, നല്ല ഗ്രാഫിക്സിലൊരു ഗെയിം പ്ലേ തോന്നുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇതിലെ മുകളിലുള്ള വഴി ഉപേക്ഷിച്ച് താഴെയുള്ള വഴിയിലേ പോകുന്നത്. ഇങ്ങനെ 2-3 വഴിയെല്ലാം ഉണ്ടാവും. അപ്പം അങ്ങനെ പോയി വണ്ടി മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. പിന്നെ ആദ്യം തൊട്ടേ റീസ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇപ്പുറം റീസെറ്റ് സ്വിച്ച് ഉണ്ട് റെഡ്, അത് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കളിക്കാം. പിന്നെ ഇതിൽ താഴെ പോയ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ വഴി തീർന്നു സബാഷ്. പിന്നെ ആദ്യം നമ്മൾ ഇത് അടിച്ചിട്ട് ആദ്യം തൊട്ടേ വരേണ്ടി വരും. അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ താഴെയുള്ള വഴി ഉപേക്ഷിച്ച് മേലെ പോകുന്നു. അപ്പം നമുക്ക് മേലെ പോയിട്ടൊന്ന് നോക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് മേലെ കയറി ഒരു പാലം കഴിഞ്ഞിട്ട് വീട് എത്തുമ്പോൾ ആദ്യം 2 വഴി. എന്നിട്ട് ഞാനിപ്പോൾ എന്തായാലും നേരെ പോകുന്നില്ല. ആ വഴി നിങ്ങൾ പോയി കളിച്ചോ നോക്ക്. ഓക്കെ, ഞാനെന്നാൽ മേലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് നിങ്ങൾ മറ്റേ വഴിയിലേ പോയിക്കോ. ഞാൻ ഈ വഴി ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഞാനിങ്ങനെ ഇതിലേ പോയി ഇവിടെ ഷെഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിർത്തിയിട്ട് ചെയ്യാനൊന്നും പറ്റൂലല്ലോ, അതുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേ പോയി ഇവിടെ എത്തുമ്പോൾ ബസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ബ്രേക്കിൻ്റെ സ്വിച്ചിൻ്റെ ഇപ്പുറം താഴേക്കിൻ്റെ സ്വിച്ച് ഉണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ബ്രേക്ക് ചവിട്ടി അവിടെ നിൽക്കും വണ്ടി, പിന്നെ അനങ്ങൂല. ബാക്കിലേക്ക് വരണമെങ്കിൽ മറ്റേ സ്വിച്ച് ആക്കണം. അങ്ങനൊരു സംഭവമാണ്. പിന്നെ ക്യാമറ വ്യൂ മാറ്റാൻ അങ്ങനത്തെ ചെറിയ സംഭവങ്ങളേ ഉള്ളൂ. അപ്പം ഈ ഏരിയയിലെത്തുമ്പോൾ കുറച്ച് സ്പീഡിൽ ഓടിക്കണം വണ്ടി, അല്ലെങ്കിൽ ഈ കയറ്റം വലിയൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും വണ്ടീൻ്റെ. ഇതിപ്പോൾ ഞാനിപ്പം ഏറ്റവും മുകളിലെത്തി, കണ്ടോ. ഇവിടെ എത്തുമ്പോൾ വണ്ടി മുക്കാൻ തുടങ്ങി. മുക്കി കയറുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നല്ല രീതിയിൽ ഫുള്ളായിട്ടൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച സമയത്താണ് ഇവിടെ ഒരു ബോർഡെല്ലാം കണ്ടത്. ബോർഡ് കണ്ടു. നമ്മൾ ബോർഡ് വന്നിട്ട് നേരെ കയറിയിട്ടാണ് സമയത്ത് ആദ്യം തുടങ്ങിയ സ്ഥലത്തെത്തി. മറ്റേ വഴിയിൽ നിങ്ങൾ പോയിക്കോ. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും ചെറിയൊരു ഗെയിമാണിത്. അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.